ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് 2025 മെയ് 29 വ്യാഴാഴ്ചയാണ്. ഇന്ന് ഒരു മന്ത്ലി എക്സ്പയറിയാണ്. സോ ഇനി 1-2 ദിവസം നമുക്ക് മാക്സിമം ഒരു ദിവസം, നാളെ 30 വെള്ളിയാഴ്ച, അതോടുകൂടി ഈ മാസം അവസാനിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. ഇത്രയും നാളുകൾ ഈ ഒരു മാസത്തിൽ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ മുൻ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുഷ് അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റവിമുക്തയാക്കിയിട്ടുണ്ട്. ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഹിൻഡൻബർഗിൻ്റെ ന്യൂസ് അവരുടെ ഒരു ഇതിൻ്റെ ബേസിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലോക്പാൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അവർ ഫ്രീ ആണ്. ഇപ്പോൾ അവർക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും കുറേയൊക്കെ രാഷ്ട്രീയപരവും അടിസ്ഥാനരഹിതമൊക്കെയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ദെൻ NSEയും BSEയും തമ്മിലുള്ള എക്സ്പയറി ഡേക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, അതായത് സെബി അവർക്കൊരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ചിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ NSE കൂടുതലും പുഷ് ചെയ്യുന്നത് ഒരൊറ്റ ദിവസം 2 എക്സ്ചേഞ്ചിലും ഒരേ ദിവസം എക്സ്പയറി വരുത്തുക എന്നുള്ളതാണ്. അപ്പം BSE അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ NSE തിങ്കളാഴ്ച എക്സ്പയറി വേണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ സെബി അതിന് പകരമായിട്ട് അവരോട് പറഞ്ഞത് ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച, രണ്ടിൽ ഏതാണ് വേണ്ടത് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അത് വളരെ ചൂടേറിയ ഒരു ചർച്ചയായി മാറുന്നുണ്ട്. കാരണം ഇത് കോടികളുടെ കളിയാണ്. നമ്മളൊക്കെ എക്സ്പയറി ഡേയിൽ 0 to 0 കളിക്കുന്ന ചെറിയ 1000-10,000 ഒക്കെ വെച്ച് കളിക്കുന്നവരൊക്കെ ആണെങ്കിലും ഒരുപാട് കോടികളാണ് ഒരു ദിവസം ഈ എക്സ്പയറി ഡേയിൽ ഇവർക്കുള്ള വരുമാനം. സോ വീക്കിലി എക്സ്പയറി ആയാലും മന്ത്ലി എക്സ്പയറി ആയാലും വളരെ ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റാണ്. അതായത് ബ്രോക്കറേജ് ആയിട്ടും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് ഒക്കെ ആയിട്ട് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് എക്സ്പയറി ഡേയിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ആദ്യം ആർക്കാണോ എക്സ്പയറി ഡേ വരുന്നത് അവിടെയാണ് കൂടുതൽ ട്രേഡ് നടക്കുക. അതിന് ശേഷം വരുന്ന എക്സ്പയറിക്ക് അതിൽ കുറവേ ഉണ്ടാവുള്ളൂ. ആദ്യം NSE 100% ഈ FNOയിലുള്ള എല്ലാ ട്രേഡുകളും 100% അവരുടെ അടുത്തായിരുന്നു, NSEയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് BSE അവർ ഒന്ന് എക്സ്പയറി ഡേ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉഷാറാക്കിയപ്പോൾ 36% മാർക്കറ്റ് ഷെയർ അവർക്ക് കിട്ടി. അതോടുകൂടി NSEക്ക് ആകപ്പാടെ വെപ്രാളമായി. അവർ വീണ്ടും എക്സ്പയറി ഡേറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. അത് നടന്നില്ല. അങ്ങനെ അതിപ്പോൾ ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ജൂൺ 15 ഡെഡ് ലൈൻ എന്നാണ് എൻ്റെ അറിവ്. അതിന് മുൻപായിട്ട് അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. ദെൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് ഒരു അഴിമതി സെബി കണ്ടെത്തിയിട്ടുണ്ട്. 1750 കോടി രൂപയുടെ അഴിമതിയാണെന്നാണ്. അപ്പോൾ 4 ഒഫീഷ്യൽസിന് അവർ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അവരെ ബാൻ ചെയ്തിട്ടുണ്ട്. 1750 കോടി 15 മാസം മുൻപ് അവർ റിപ്പോർട്ട് സമർപ്പിക്കാതെ വൈകിപ്പിച്ച് 15 മാസം കഴിഞ്ഞപ്പോൾ സെബി അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ആ സ്റ്റോക്കിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ട ഏതാനും സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, സുസുലോൺ എനർജി, IRCTC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, സെയിൽ, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. സ്വിംഗ് ട്രേഡ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കായിട്ടൊരു ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് താല്പര്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാം. ദെൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ന്യൂസ് ചാനൽ, ഇതൊക്കെ പരമാവധി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഡാറ്റയാണ് അതിനകത്ത് ഷെയർ ചെയ്യപ്പെടുന്നത്. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതേസമയത്ത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡ് ആണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ ഗ്രീനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,748 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,777 29 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് ഫർദർ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. സോ 52 പോയിന്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 25,000 ക്രോസ് ചെയ്യണം. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കിടക്കുന്നത്.
ഇനി കമ്മോഡിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. $62.66 ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡ് പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $3276 ട്രേഡിംഗ് നടക്കുന്നു. ബിറ്റ് കോയിൻ 1,09,000 ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ടുണ്ട്. 1,08,042 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 85.37 ഉണ്ടായത് 85.36 കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറങ്ങി വരട്ടെ. ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ US API വീക്കിലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ്, കോർ PCE പ്രൈസസ്, കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ്, GDP പ്രൈസ് ഇൻഡെക്സ്, GDP സെയിൽസ്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് 4 വീക്ക് ആവറേജ്, PCE പ്രൈസസ് Q1, റിയൽ കൺസ്യൂമർ സ്പെൻഡിങ്, പെൻഡിങ് ഹോം സെയിൽസ്, മന്ത് ഓൺ മന്ത് പെൻഡിങ് ഹോം സെയിൽസ് ഇൻഡെക്സ്, നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജ്. ഇത്രയും ഈവൻറ്റുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ഈവൻറ്റുകളൊന്നും തന്നെ ഇന്നില്ല. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് SJVN അതേപോലെ ശോഭ, ഈ 2 സ്റ്റോക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ F&O ബാനിൽ ഇന്ന് കമ്പനികളൊന്നുമില്ല, കാരണം ഇന്ന് എക്സ്പയറി ആണ്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,662 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7,911 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 12,574 കോടിയുടെ ബൈയിങ് ആണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അങ്ങനെ 12,574 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചവർക്കറിയാം, മാർക്കറ്റ് പോസിറ്റീവായിട്ടല്ല പോയിരിക്കുന്നത്. സോ അതിൻ്റെ അലയൊലികൾ ഇന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ, FMCG, IT, മെറ്റൽ, ഫാർമ, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, ഇത്രയും സെക്ടറുകൾ ഇന്നലെ റെഡിലാണ് അവസാനിച്ചത്. ബാങ്ക്, ഫിൻസർവീസസ്, മീഡിയ, PSU ബാങ്കൊക്കെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത്. ഫിനാൻസ് സെക്ടർ ഇന്നലെ പോസിറ്റീവായിരുന്നു. ഇനി ETF-ലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ്, IT ബീസ്, ഇത്രയെണ്ണം റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് ബീസും ഗോൾഡ് ബീസും ഇന്നലെ ഗ്രീനിൽ അവസാനിച്ചു. ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു 10 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ യൂണിമെക് എയറോസ്പേസ്, പുഡുംചി ഇൻഡസ്ട്രിയൽ, ഇൻസ്വിഫ്റ്റ് ലാബ്സ്, ഖായ, രവീന്ദ്ര എനർജി, അപ്പോളോ മൈക്രോ, IFCI, റിക്കോ ഓട്ടോ, വികാസ് ലൈഫ്, ITI, ഇത്രയും സ്റ്റോക്കുകൾ ഇന്നലെ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്വേൾഡ്, ഗോദാവരി ബയോ, സുന്ദരം ബ്രേക്ക്, റെഡ് ടേപ്പ്, ഓറിയന്റൽ അരോമ, നഹാർ പോളിഫിലിം, RSL, ഗിയർ ടെക്, സ്റ്റൈലം ഇൻഡസ്ട്രീസ്, രവികുമാർ ഡിസ്റ്റ്, ഉമ എക്സ്പോർട്സ്, ഇത്രയും സ്റ്റോക്കുകളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്. ഈ സെല്ലേഴ്സും ബയേഴ്സും മാത്രം ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ അത് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ഇന്നലത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 80 പോയിന്റ് നഷ്ടത്തിൽ 24,752 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് 166 പോയിന്റിൻ്റെ നഷ്ടമാണുള്ളത്. അതേപോലെ ഈ മാസം, ഈ മെയ് മാസത്തിൽ 410 പോയിന്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഡോജിയായി മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ദെൻ മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് എക്സ്, ഇത് 3 ഗ്രീനിലും സെൻസെക്സും മിഡ് ക്യാപ്പും റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.66 ആണ്. അതേപോലെ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് 26,000-ൽ 2,76,000 കോൾ റൈറ്റിംഗ് ഉണ്ട്. 24,000-ലാണെങ്കിൽ 1,54,000. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 1,54,000 ആണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 2 സ്ട്രൈക്ക് 24,000-ഉം 26,000-ഉം ആണ്. സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത്. വിക്സ് 18.02-ലാണ് നിൽക്കുന്നത്. സ്പോട്ട് പ്രൈസ് 24,752. ഇനി CPR നോക്കുകയാണെങ്കിൽ 24,769, 785, 801, ഏകദേശം 32 പോയിന്റിന്റെ ഗ്യാപ്പിലാണ് CPR കിടക്കുന്നത്. നോ ട്രേഡ് സോൺ ആണെങ്കിൽ 24,803, 790, 13 പോയിന്റിന്റെ ഗ്യാപ്പിൽ നോ ട്രേഡ് സോൺ വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് 24,803, ബ്രേക്ക് ഡൗൺ ലൈനായിട്ട് 769 സ്വീകരിക്കേണ്ടി വരും. ഏകദേശം 32 പോയിന്റിന്റെ നോ ട്രേഡ് സോൺ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ 24,803 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,990 വരെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 24,769 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 24,514 വരെ പോകാനുള്ള സാധ്യത. അതായത് 24,500-ൻ്റെയും 25,000-ൻ്റെയും ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഞാൻ ഇവിടെ 2 വാല്യൂസ് പറയുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. 24,990
അല്ലെങ്കിൽ 24,514. ഇത് രണ്ടും ഒരിക്കലും നമുക്ക് കിട്ടില്ല. മുകളിലോട്ട് പോവുകയാണ്, മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കില്ല. മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ പരമാവധി 24,990 വരെ പോയേക്കാം. അപ്പോൾ ലോവർ സൈഡിലുള്ളത് നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും. ഇത് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അഥവാ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ലൈൻ പ്രതീക്ഷിക്കേണ്ടത് 24,514 അപ്പോൾ 514 ടച്ച് ചെയ്യുമ്പോൾ ഹയർ സൈഡിൽ 24,990 എന്നത് നമ്മൾ ഒഴിവാക്കി വിടേണ്ടി വരും. കാരണം തിരിച്ച് അവിടം വരെ കയറി പോകാനുള്ള സാധ്യത ഒരു 100-ൽ ഒരു ദിവസമൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇതങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. സോ ഇത് രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള സാധ്യതകളാണ് ഈ പറയുന്നത്. മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 990-ൽ പോയി ടച്ച് ചെയ്ത് അവിടെ റിജക്ഷൻ ആവും. അല്ലെങ്കിൽ താഴോട്ടാണ് പോകുന്നതെങ്കിൽ 510. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, രണ്ടും കിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ 24,500 എന്ന ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ എല്ലാവിധ സാധ്യതകളുണ്ട്. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് വ്യാഴാഴ്ച എക്സ്പയറി ദിവസമാണ്. മാർക്കറ്റ് ഹൈലി വോളാറ്റൈൽ ആവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.